രാജ്യത്തിന്റെ മനസാക്ഷി മരവിപ്പിച്ച ഡൽഹിയിലെ നിർഭയ ആക്രമിക്കപ്പെട്ടിട്ട് ഒരു വ്യാഴവട്ടം തികയുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതും കഴിഞ്ഞ ദിവസമായിരുന്നു. 2012 ഡിസംബർ 16 രാത്രി 9:30 സമയം. സിനിമ കണ്ട് സുഹൃത്തിനൊപ്പം മടങ്ങുകയായിരുന്ന 23-കാരി ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ തല്ലിച്ചതച്ച ശേഷമായിരുന്നു ക്രൂരകൃത്യം. ജനനേന്ദ്രിയത്തിലൂടെ ഇരുമ്പുദണ്ട് കയറ്റി കുടൽമാലയടക്കം പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ പെൺകുട്ടി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ദിവസങ്ങളോളം ആശുപത്രികളിൽ ജീവനു വേണ്ടി പൊരുതിയ അവൾ 13-ാം നാൾ മരണത്തിന് കീഴടങ്ങി. മഞ്ഞു വീണ്ടു മരവിച്ച ഡൽഹി നഗരം പ്രതിഷേധാഗ്നിയിൽ ഞെരിഞ്ഞമർന്നു. രാജ്യം മുഴുവൻ അവളുടെ നീതിക്കായി തെരുവിലിറങ്ങി. കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 6 പ്രതികളാണുള്ളത്. റെക്കോർഡ് വേഗത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ മുഖ്യപ്രതി രാം സിംഗ് തിഹാർ ജയിലിൽ ആത്മഹത്യ ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ആളൊഴിച്ച് ബാക്കി 4 പേർക്കും വധശിക്ഷയാണ് വിധിച്ചത്. ദയാഹർജി തള്ളിയതിനെ തുടർന്ന് 2020 മാർച്ച് 20-ന് 4 പേരെയും തൂക്കിലേറ്റി. സ്ത്രീ സുരക്ഷയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ 128-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓരോ മണിക്കൂറിലും സ്ത്രീകൾക്കെതിരെയുള്ള 51 കേസുകളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കണ്ണീരോർമ്മയായി നിർഭയ നമുക്ക് മുൻപിലുണ്ടെങ്കിലും ഇന്നും ശക്തമായ സംവിധാനങ്ങൾ നമുക്കില്ലെന്ന് വീണ്ടും ഈ കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.